ഹലോ ഗൈസ്, എല്ലാവരും നല്ല നോമ്പിൻ്റെ കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ടിരിക്കാവും അല്ലേ. നമ്മളിവിടെ ഇതാ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൂന്നാമത്തെ നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നോമ്പുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ നോമ്പ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കിടന്നാൽ മതിയെന്നാവും, അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കൊക്കെ ആയിരിക്കും. എന്നാലും ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഹരം കൊണ്ടാണോ എന്താണെന്നറിയില്ല, നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ്. അതിലെവിടെയെങ്കിലും നമ്മളൊന്ന് ഇരിക്കാൻ ഗ്യാപ്പ് കിട്ടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ അവസ്ഥയാണ്. എല്ലാവരും ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഞാനൊരു ഏകദേശം 4:45-5 മണിയൊക്കെ ആകുമ്പോഴേ കയറുള്ളൂ കേട്ടോ. അതും നമുക്ക് വൈകുന്നേരത്തെ ആ ഒരു ചൂടൊക്കെ കാരണം കിച്ചണിൽ അധികം നേരം നിൽക്കാനും ഒന്നിനും പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്നുണ്ടാക്കുന്ന ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ നോമ്പായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോമ്പിൽ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് തട്ടിക്കൂട്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് വെക്കണ്ടേ. അപ്പം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ടിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ പിന്നെ മസാല ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഉള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തത്. വേറെ എക്സ്ട്രാ അതിലൊന്നും നമ്മൾ ഇടില്ല കേട്ടോ. അപ്പോൾ ഇത് ആ സമയത്ത് ഞാൻ ചിക്കൻ കറി ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഷീറ്റ് ഉണ്ടായിരുന്നില്ല, ഷീറ്റ് ഇക്ക വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഇക്ക എത്തുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറി വയ്ക്കുക. എൻ്റെ ചിക്കൻ കറി ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഞാനിത് മസാലകളെല്ലാം പൊടികളും ഉള്ളി തക്കാളി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. വഴറ്റലൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാനൊരു 3-4 വിസിലങ്ങ് അടുപ്പിക്കും. എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സായിട്ട് വരും. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ ചിക്കൻ കറി. പിന്നെ ഞാൻ തേങ്ങ വറുത്തരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. അത് ഞാൻ എന്ത് ചെയ്തു, നോമ്പ് തുടങ്ങുന്നതായിട്ടും മുന്നേ ആദ്യത്തെ നോമ്പിനെ തോന്നുന്നു ഞാൻ ഒരു 3-4 നാളികേരം എടുത്തങ്ങ് വറുത്ത് വെള്ളം ചേർക്കാണ്ട് വറുത്ത് അരച്ച് വെക്കും. അപ്പോൾ നമുക്ക് കുറേ അധികം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സ്ലോ മോഷനിൽ വെള്ളം കളിക്കാമല്ലോ എന്നൊരാഗ്രഹം. അപ്പോൾ സ്ലോ മോഷനിൽ ഞാൻ വെള്ളം കളിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. മറ്റേ വെള്ളം ഞാൻ നാരങ്ങ വെള്ളമൊന്നും ഞാൻ കുടിക്കാറില്ല. പൊതുവേ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ നാരങ്ങ അങ്ങനെ അസിഡിറ്റിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നാരങ്ങയൊന്നും നമ്മളധികം യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടാങ്കിലത് ജീവിതമില്ല ഗൈസ്, ടാങ്കാണ് എനിക്കെല്ലാം. ടാങ്ക് ഞാൻ കലക്കിയിട്ട് ആദ്യം ഒരുപാട് ഞാൻ കുടിക്കുമായിരുന്നു. ഇപ്പോൾ പൊതുവേ കുറച്ച് കുറവാണ്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ വീണ്ടും ടാങ്ക് എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ കലക്കി കുടിക്കും കേട്ടോ, വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ ആരും ഇല്ല കേട്ടോ നോമ്പ് തുറക്കാനായിട്ട്. എനിക്കിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കാനൊക്കെയാണ് ഇഷ്ടം. എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും വീട്ടിലുണ്ടാവും. എന്നിട്ട് നോമ്പ് തുറന്നിട്ട് പള്ളിക്ക് പോവാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ്. നമ്മൾ അത്ര നേരം തിക്കും തിരക്കും ഉപ്പാൻ്റെ വായിലിരിക്കണമൊക്കെ കേട്ടിട്ടാവും നമ്മൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ കുറേ സംസാരിക്കും, കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം നമ്മളങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ നിസ്കരിക്കാനൊക്കെ പോവുക. അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. ഇപ്പം എന്താ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും, വേഗം നിസ്കരിക്കാൻ ഓടും, ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്കാവും. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമാണ്. പക്ഷെ ഇവിടെ എല്ലാവരും പൊതുവെ പള്ളിയിൽ പോയിട്ടാണ് നോമ്പറക്കാറ്. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മുടെ പഴം പൊരിക്കാനുള്ള മാവ് ഒരു 3-4 ദിവസത്തേക്ക് ഒരുമിച്ച് അങ്ങ് കൂട്ടി വയ്ക്കും കേട്ടോ. 3-ാമത്തെ ദിവസം ഈ മാവ് വെച്ചിട്ട് പഴം പൊരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ട് നല്ല മാവൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണേ. അപ്പോൾ ഇതാ സമൂസ ഷീറ്റ് കൊടുന്നപ്പോൾ ഞാൻ സമൂസ അങ്ങ് ഫില്ല് ചെയ്തിട്ട് വേഗം സമൂസയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത് കഴിഞ്ഞു. സമൂസയും പഴംപൊരിയാണ് ഇന്നത്തെ സ്നാക്സ് ആയിട്ട് കേട്ടോ. ഇതന്നെ ബാക്കിയായിരിക്കും കേട്ടോ. ഇവരെല്ലാം പള്ളിയിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അധികമൊന്നും ആരും കഴിക്കില്ല. അപ്പം ഞാനിതാ, എന്നാലും ഇതില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങറാണ് അല്ലേ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഗീ റൈസ് ഞാൻ പെട്ടെന്ന് അങ്ങ് അടുപ്പത്ത് വെച്ചു, അത് പിന്നെ വേഗം കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വീഡിയോ എടുക്കലും കൂടി അപ്പോൾ സമയം ഒത്തിരി വൈകിയ പോലെ. അപ്പോൾ അത് ഞാൻ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് കൊടുത്ത് വേഗം പോയി നോമ്പ് തുറക്കാം കേട്ടോ.